എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. നോക്കണേ, നമ്മൾ ഈ ദൈവത്തിന്റെ മുന്നിൽ സ്വസ്ഥമായിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഒരു കാരണമുണ്ട്. നാം ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി നിലവിളിക്കുമ്പോൾ ആ യാചനകള് കേൾക്കുന്നു. അത് നമുക്ക് ദൈവത്തോടുള്ള ഒരു പ്രാഗൽഭ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം പ്രാർത്ഥിച്ചിട്ട് ദൈവം അതിനൊരു മറുപടി തന്നില്ല, നമ്മുടെ മനസ്സ് സ്വസ്ഥമാകുന്നില്ല എങ്കിൽ നമുക്ക് ഈ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയോ? നമ്മൾ ഈ ദൈവത്തെ സ്നേഹിക്കുന്നത് അതിന് തക്കതായ ഒരു കാരണമുണ്ട്. ഞാൻ എന്റെ പ്രാർത്ഥനയും യാചനകളും ദൈവത്തിന് മുന്നിൽ പറഞ്ഞപ്പോൾ അത് കേട്ടു. സ്തോത്രം. അത് കേൾക്കുന്നു, അതുമേ ദൈവം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. ചില ആളുകളെല്ലാം ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ചില രൂപങ്ങളോടും ആമേൻ അത് അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും ശ്വസിക്കുന്നില്ല. അതിന് ജീവനില്ലാത്തൊരവസ്ഥയിൽ, ആ അവസ്ഥയിൽ പോകുന്ന ഒരു അനുഭവത്തിൽ ആ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എന്ത് മറുപടിയാണ് തിരിച്ചു കിട്ടുന്നത്? എന്ത് മറുപടിയാണ് തിരിച്ചു കിട്ടുന്നത്? ഒരു റിപ്ലൈ കിട്ടുന്നില്ല, അല്ലെ? പക്ഷെ നമ്മൾ അങ്ങനെയാണോ? നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ എന്റെ പ്രാർത്ഥനയും യാചനയും അതുകൊണ്ട് ചെല്ലുമ്പോൾ അത് കേട്ട് മറുപടി തരുന്ന ഒരു ദൈവം. അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു, അല്ലെ? നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എന്താ പറയുന്നത്? മിന്നു, രാവിലെ നമ്മൾ ഉറക്കത്തിൽ എണീക്കുമ്പോൾ കർത്താവേ സ്തോത്രം. പ്രഭാതം കാണുമ്പോൾ കിളികളുടെ സ്വരം കേൾക്കുമ്പോഴാണ് കണ്ണു തുറക്കുന്നത്. കിളികളിങ്ങനെ ഒച്ച ഉണ്ടാക്കില്ല, അപ്പോഴാണ് നമ്മൾ കണ്ണു തുറക്കുന്നത്. അപ്പോ കർത്താവേ സ്തോത്രം സ്തോത്രം. എപ്പോഴാണ് കണ്ണു തുറക്കുന്നത്? അപ്പോൾ എന്താണെങ്കിലും സ്തോത്രം. ഉപകാരം ചെയ്തുകൊണ്ടല്ലേ, അല്ലെ? കണ്ണു തുറന്നത് പ്രഭാതം കണ്ടില്ലേ? പ്രഭാതം കണ്ടു. പ്രഭാതം കണ്ടപ്പോൾ സന്തോഷം. ഒരു ദിവസം ഇവിടെ ഹല്ലേലൂയ ആമേൻ പ്രഭാതം കാണാതെ പോയ എത്ര പേരുണ്ടല്ലേ? എത്രയോ പേരുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, ഹല്ലേലൂയ എന്റെ ദൈവം എന്നോട് ചെയ്ത ഉപകാരങ്ങൾ. ഹല്ലേലൂയ ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഹല്ലേലൂയ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഇനി നിലവിളിക്കാൻ ഹല്ലേലൂയ കഴിയാതെ വണ്ണം ഞാൻ തളർന്ന് ക്ഷീണിച്ച് മയങ്ങിപ്പോയി. പ്രഭാതം കിട്ടിയപ്പോൾ പ്രഭാതത്തിൽ സന്തോഷം. ഹല്ലേലൂയ എന്റെ മനസ്സ് ശാന്തമായി. കർത്താവിന്റെ സന്നിധിയിൽ എന്റെ ഭാരങ്ങളെല്ലാം ഞാൻ ഇറക്കി വെച്ചപ്പോൾ, അങ്ങനെ ഭാരങ്ങൾ ഇറക്കി വെക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ വചനം പറയുന്നു ഹല്ലേലൂയ ഞാൻ അവനെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്റെ തൊട്ട് താഴ്ത്ത വാക്യം, അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. അപ്പൊ നമ്മുടെ ഒരു നിലവിളി, കർത്താവേ എന്നോട് മനസ്സറിയണമേ, എന്നോട് കരുണ കാണിക്കണമേ. ആ ഒരു നിലവിളി ഇത് ചെവി ചായ്ച്ച് ദൈവം കേൾക്കും. ഇത് ചെവി ചായ്ച്ച് കേൾക്കുന്നതുകൊണ്ട് ഇനി നമ്മുടെ ഈ ഭൂമിയിൽ ജീവിതം ഉള്ളിടത്തോളം കാലം, ജീവകാലമൊക്കെ വേറൊരു ദൈവത്തെ വിളിക്കാൻ ഞാൻ പോകില്ല. ഈ ദൈവത്തെ തന്നെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. അങ്ങനെ ചെവി ചായ്ക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ പലതും ചെവി ചായച്ചാൽ ഹല്ലേലൂയ പല കാര്യങ്ങൾക്കും കേൾക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പലരുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ചെവി എന്ത് ചെയ്യുന്നില്ല? നമുക്ക് ചായ്ക്കുന്നത് ഒന്നേ നമ്മൾ തിരക്കുകയാണ്. ഇനിയിപ്പോ അതിന്റെ ഇടയ്ക്ക് ഇതിലൊന്ന് കേട്ടിട്ട് അഥവാ അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മളെ കേട്ടിട്ട് എന്നൊക്കെ പറഞ്ഞാൽ പോകുന്ന കണ്ടിട്ടുണ്ടോ? സിമ്പിളാക്കി പോകുന്നത് മനുഷ്യർ ഇത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എപ്പോഴും നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് എപ്പോഴും ഒരാളുടെ അടുത്ത് ചെന്നാൽ ആ ആള് ഇറിറ്റേഷനായി പോകും, അല്ലേ? പക്ഷെ ദൈവം നമ്മളെ കാണുമ്പോഴേക്കും നമ്മളിങ്ങനെ എപ്പോ നോക്കിയാലും ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മളെ കാണുമ്പോഴേക്കും അവരെന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഫോൺ ബെല്ലടിച്ച് എടുക്കൂല, അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സൗമ്യ എന്ന് പറഞ്ഞു. സൗമ്യ എന്തുവാ? എവിടേക്കോ ഇങ്ങനെ ആലോചിച്ച് പോവുകയാണ്. പറയൂ, ഒന്ന് പറഞ്ഞോളൂ. അല്ലെങ്കിൽ ആ ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് ഞാൻ വേറെ സ്ഥലത്ത് തിരക്കിലാണ് അവിടെ എന്തെങ്കിലും അങ്ങ് പറയും. നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ആമേൻ
ദൈവത്തെ മറന്ന് സംസാരിക്കും. സ്തോത്രം. ഇങ്ങനെയുള്ള രീതിയിലല്ലേ മനുഷ്യർ പോകുന്നത്. പക്ഷെ ദൈവം ചെയ്യുന്ന പ്രവൃത്തി കേട്ടോ, നമ്മുടെ ഈ നിലവിളി കേൾക്കുമ്പോൾ നമ്മുടെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചേ, എത്ര നേരം ദൈവത്തിന്റെ ഇടയ്ക്ക് കർത്താവേ സ്തോത്രം 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 കർത്താവേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെല്ലണേ. യേശോപ്പാ സ്തോത്രം, രക്ഷിച്ചു, കാല് തട്ടാതെ അല്ലെങ്കിൽ തൊട്ട് മുന്നിൽ എന്തെങ്കിലും സാധനം പോണ കണ്ടപ്പോ അല്ലെ പെട്ടെന്ന്. ഞാൻ ഇന്നലെ പറഞ്ഞോണ്ട് പറയില്ല, ഇന്നലെ ഞാൻ തവളപ്പാറ പറമ്പിൽ ചെന്ന് അവിടെ ഇങ്ങനെ കുഴപ്പം മൊത്തം കാട് പിടിച്ചോ. കുറെ ദിവസമായി ഞാനാണ് ചെന്നത്. അപ്പൊ എന്നെ കണ്ടപ്പോ അവിടെ നിൽക്കുന്ന ചേട്ടൻ പറഞ്ഞു, എവിടെയായിരുന്നു? കുറച്ച് തിരക്കായിരുന്നു തോന്നി. അപ്പൊ ആള് ചോദിക്കാം, ഈ പറമ്പൊന്ന് റെഡിയാക്കാൻ നോക്കണോട്ടോ, അപ്പുറത്തെ പറമ്പിൽ നിന്ന് മലമാമ്പ് ഇപ്പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. പിന്നെ ഞാനത് ഇറങ്ങും, പേടിക്കണ്ട, നമ്മുടെ ഇതിലേക്ക് പോയിട്ടുണ്ടോ? കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്റെ മനസ്സ് പറഞ്ഞു, വന്നോർത്ത് വെച്ച് കർത്താവ് കൂടെയുണ്ട്, ഞാൻ എല്ലാത്തോടെ നടന്നു. പക്ഷെ ദൈവത്തിന് എന്നെ നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് ഒരു മരത്തിന്റെ കൊമ്പ് പോലും ഒടിഞ്ഞ് താഴെ വീണില്ല, ഒരു ശബ്ദം വേറെ ഒന്നും കേട്ടില്ല. ഞാൻ ഭംഗിയായിട്ട് പറമ്പിൽ കയറി എല്ലാ മരങ്ങളൊക്കെ നോക്കി പറമ്പിൽ കയറി ഞാൻ പോകും. സ്തോത്രം. ആമേൻ. അങ്ങനെ ഒരാൾ പേടിപ്പിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ധൈര്യം തന്നതാരാ? ഈ പേടിപ്പിച്ച ആളെ എന്നോട് പറയാൻ ചെയ്തോ, അത് വേറെ ഒന്നും കടിക്കാനൊന്നും പറ്റില്ല, അതതിന്റെ പണികൾക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് ആളങ്ങ് പോയി. ഞാൻ അതിന്റെ ഓണറെ വിളിച്ചു. പുള്ളി ഡോക്ടറാണ്. ആളെ വിളിച്ച് കാര്യം പറഞ്ഞു. പുള്ളി അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാൻ, കാർഡ് സെറ്റാക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും പിന്നെ ഇറങ്ങാതെ പോയാൽ ഹല്ലേലൂയ, നമ്മുടെ മനസ്സിന്റെ ധൈര്യവും ദൈവമായിട്ടുള്ള ബന്ധം എത്രത്തോളം ഉണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ആ നേരത്തൊന്ന് സ്തോത്രം എന്ന് സൂചിച്ചു. ഞാൻ പിന്നെ മറന്നുപോയി ആ വിഷയം. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് പിന്നെ ഓർത്തത്. സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ പൈതൽ എത്രത്തോളം ധൈര്യപ്പെട്ടിരിക്കും. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നമ്മളെ ചിലപ്പോൾ നിരാശപ്പെടുത്തിയേക്കാം, നമ്മളൊരു ചൂട് വയ്ക്കാൻ കഴിയാതെ തളർത്തി കളഞ്ഞേക്കാം. പക്ഷെ അതുവേൽ പ്രവർത്തിക്കണം ദൈവമുണ്ട്. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത അല്ലെ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത അതാ. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്, ചിന്ത വരുന്നത് എന്തുകൊണ്ടാ? അങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേടി വരുന്നത് എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ മരണവാസങ്ങൾ ചുറ്റുമോ? പാതാള വേദനകൾ പിടിക്കോ? ദൈവത്തെ ഭയമില്ലാത്തവനാണെങ്കിൽ ആ പറമ്പിൽ കയറി പോകും, ആ പറമ്പിലേക്ക് ഇറങ്ങൂല. എന്നാൽ ദൈവത്തിൽ ശരണമാക്കിയിരിക്കുന്ന ഒരു പൈതൽ അവൻ ധൈര്യത്തോടെ ഇറങ്ങി ചെല്ലും. ഇവിടെ തൊട്ട് താഴത്തെ വാക്യം, മരണവാസങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദന എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. സ്തോത്രം. ഈ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നം എന്താ? മരണവാസങ്ങൾ, മരണത്തിൻ്റെതായ ചിന്തകൾ എന്നെ എന്താ പറഞ്ഞ ചുറ്റി പിടിച്ചു. യേശുവിന്റെ രക്തത്താൽ ജയമെന്ന് പറഞ്ഞ് ആശ്രയിച്ചു പോകുമ്പോൾ ഒരു ദുഷ്ടന് നമ്മെ തകർത്തു കളയാൻ കഴിയില്ല. നമ്മുടെ വ്യാപരിക്കുന്ന ശക്തി ഉണ്ടല്ലോ, ഒരു പിശാചിന് ജയമെടുക്കാൻ സാധിക്കില്ല. അധികാരത്തോടെ നാം കടന്നു ചെല്ലും, ഒരു ഭയം കൂടാതെ. ആമേൻ. ഇതിന്റെ നടുവിൽ നിന്ന് വിടുവിച്ചതാ ദൈവം എന്നെ, അല്ലെ? എന്താണ് ആ വാക്യം? മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ കയ്യിൽ നിന്നും ദൈവം എന്നെ വിലക്ക് വാങ്ങി. പിന്നെ ഏതെങ്കിലും ഒരുത്തൻ വന്ന് പേടിപ്പിക്കാൻ നോക്കിയ പേടിക്കാനുള്ളതാണോ ഞാൻ? ദൈവത്തിന്റെ പൈതൽ. ഗലാത്യലേഖനം 2 വായിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആമേൻ. നാം കടന്നു ചെല്ലുമ്പോൾ നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. നമ്മളിൽ ക്രിസ്തുവിന്റെ ഒരു വസ്ത്രമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഭയപ്പെടുന്നത്? നമ്മുടെ ചിന്തകൾ മാറിപ്പോകുന്നത്? നാം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവത്തിന്റെ പൈതലാണ്. ഹല്ലേലൂയ. അതിന്റെ 7-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ യഹോവ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്തിട്ടുണ്ടെന്ന്? ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്തിട്ടുണ്ടെന്ന്. സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ധൈര്യവും ഈ പ്രാഗൽഭ്യവും എവിടെയും ആരോടും കർത്താവിന്റെ ബലത്തിൽ മുന്നോട്ട് ചെല്ലുവാനും ഒരു ധൈര്യം കിട്ടുന്നത് ഈ യഹോവ നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്തുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും.
കർത്താവേ, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ഇപ്രകാരം പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നന്ദി പറയുന്ന അനുഭവങ്ങൾ അല്ലെ, നന്ദി പറയുന്ന എപ്പോഴും ഹല്ലേലൂയ എന്ത് ശ്രേഷ്ഠത പറയാനുള്ളത്. ഹല്ലേലൂയ എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും വിടുവിച്ച ഒരു ദൈവം. ഹല്ലേലൂയ, ആമേൻ. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് നിലവിളിയുടെ അനുഭവം കടന്നു വരും. എന്നാൽ അതിന്റെ നടുവിൽ നിന്ന് ദൈവം വിടുവിക്കും. ഹല്ലേലൂയ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും ആമേൻ. നമ്മൾ നടന്നു പോകുന്ന ഇടങ്ങളിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് വഴിമാറ്റി വിടുന്ന ദൈവം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങള് ആമേൻ ആന്റിയും അമ്മച്ചിയെ കൂടി സംസാരിച്ചപ്പോൾ ഹല്ലേലൂയ പറയുന്നുണ്ടായിരുന്നു, ചില പാപങ്ങൾ ഹല്ലേലൂയ നമ്മെ ചുറ്റി പിടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നിന്ന് ദൈവം വലിച്ചെടുക്കുന്ന പോലെ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാതെ മാറി നിൽക്കുന്നത് മാറി നിൽക്കുവാൻ ഒരു കൃപ. ഹല്ലേലൂയ. ആ പാപം ചെയ്യാതെ വണ്ണം കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും വിടിവിക്കുന്ന ഒരു ദൈവം. കാലിനെ വീഴ്ചയിൽ നിന്നും വിടിവിക്കുന്നു. ആ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടിവിക്കാതെ തകർന്നു പോയാൽ ആലോചിച്ച് നോക്കിയേ, നമുക്ക് കടന്നു വരുന്ന ഭാരങ്ങൾ, നമുക്ക് കടന്നു വരുന്ന പ്രയാസങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നാം നിലയ്ക്കാത്ത വേളകളിൽ ഹല്ലേലൂയ ആലോചിച്ചോ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നാം എത്രത്തോളം ആലോചിച്ച് നോക്കൂ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു വിടുതൽ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും അല്ലെ, എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. അതിന്റെ 12ാമത്തെ വാക്യം, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ദൈവം എത്രത്തോളം വിടുവിച്ചില്ലേ, എത്രത്തോളം കരുതിയില്ലേ, എന്ത് പകരം കൊടുക്കും, എന്ത് പകരം കൊടുക്കും, എന്ത് പകരം കൊടുക്കും? നിങ്ങള് പ്രാർത്ഥന ബോളിലായിരിക്കുന്നെങ്കിൽ നല്ല ബോധ്യമുണ്ട്. വചനം പറയുമ്പോൾ സ്തോത്രം പറഞ്ഞ ധ്യാനിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, മുഖത്തേക്ക് നോക്കിയിരിക്കുക. നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോവാ, ശ്രദ്ധ മാറിപ്പോവാ. അതാണ് ആ വാക്യം പോലും, അടുത്ത വാക്യം പോലും പറയാൻ പറ്റാത്തത്. ഇത്ര നേരം ഇവിടെ സംസാരിച്ചു. നിങ്ങൾ എവിടം വരെ ഒന്ന് പോയി? കർത്താവിന്റെ സന്നിധിയിലല്ലേ ഇരുന്നത്? എവിടം വരെ ഒന്ന് പോയി? എവിടം വരെ പോയി? ഈ മാസം അവസാനത്തെ സാലറി അവിടം വരെ പോയോ? അവിടം വരെ പോയിട്ടുണ്ടോ? സാധ്യത അല്ലേ? അവിടം വരെ പോയിട്ടുണ്ടോ? സാധ്യത. ഒരു മാസാവസാനം ഒരു ബുദ്ധിമുട്ടാവും. അപ്പോഴത്തേക്ക് അവിടം വരെ പോയോന്ന് അറിയില്ല. ഇനി ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ചോറ് വയ്ക്കണോ അതെ കടയിൽ നിന്ന് മേടിക്കണമെന്ന് പ്ലാൻ ചെയ്തു. ഇവിടെ അല്ലായിരുന്നു. ഇവിടെ നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം ഇവിടെ. ഞാൻ ഒറ്റ കാര്യം പറയും, കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. ഇവിടെ ഇരുന്ന് നിരക്കുന്നു, നമ്മൾ എന്ത് നിരക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, അതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇനി നമ്മളെ എനിക്ക് നിന്നിട്ട് എന്ത് ചെയ്യാൻ പോവാ? ആരാധിക്കാൻ പോവാ. ആരെ കബളിപ്പിക്കാൻ പോകുന്നേ? നമ്മൾ ആരെ കബളിപ്പിക്കാൻ പോകുന്നേ? ദൈവത്തെയാണോ അതോ കൂടെ ഇരിക്കുന്നവരെയാണോ? സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ അതിൻ്റെതായ പ്രാഗണ്യത്തോടെ ഇരുന്നോണം. അവന്റെ മഹിമാധിക്യത്തിന് ഒത്തവണ്ണം നാം അവനെ സ്തുതിച്ചോണം. നിസ്സാരമായി കാണരുത് കേട്ടോ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. വചനം പറയുന്നു, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. രക്ഷയുടെ പാനപാത്രം എടുത്ത്. ഹല്ലേലൂയ. ആമേൻ. എനിക്കൊരു രക്ഷ ദൈവം ഒരുക്കിയിട്ടുണ്ടല്ലേ. ആ രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവേ എന്റെ ഹൃദയം തുറന്ന് ആമേൻ ഹല്ലേലൂയ നല്ല മനസ്സോടുകൂടെ. അതുകൊണ്ടാണ് മോശയോട് പറയുന്നത്, നല്ല മനസ്സോട് തരുന്നത് ഏവരോടും വാങ്ങിയണം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് കൊടുക്കുന്നത് നല്ല മനസ്സോടെ. ഹല്ലേലൂയ. ഉള്ളതിൽ വിലപിടിപ്പുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ സ്തോത്രം എന്ന് പറയുന്നത് ഹല്ലേലൂയ അടുത്തിരിക്കുന്ന വ്യക്തി സ്തോത്രം പറഞ്ഞ് കേട്ടിട്ടല്ല ഞാൻ സ്തോത്രം പറയുന്നത്. കർത്താവ് എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ആമേൻ ഞാൻ എന്റെ രക്ഷയുടെ പാനപാത്രം എടുത്ത് ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥാനത്ത് എഴുതി നിൽക്കാം. ഹല്ലേലൂയ.